ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു കറുത്ത ക്യാൻവാസ് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അതിൽ ഓരോന്നിനും കോടിക്കണക്കിന് സൂര്യന്മാരുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാത്രി ആകാശം പകൽ പോലെ വെളിച്ചത്താൽ നിറയാത്തത്? ഓരോ ബിന്ദുവിലും ഒരു നക്ഷത്രമെങ്കിലും നമ്മുടെ കണ്ണിൽ പെടേണ്ടതല്ലേ? നൂറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ഈ ചോദ്യം ഓൾബേഴ്സ് പാരഡോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് വിൽഹെം ഓൾബേഴ്സൺ ആണ് ഈ യുക്തിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ഈ കറുത്ത ശൂന്യതയ്ക്ക് പിന്നിൽ ശാസ്ത്രം നൽകുന്ന പ്രധാനമായ രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം പ്രപഞ്ചത്തിന്റെ പ്രായമാണ്. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചമുണ്ടായത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം ഇപ്പോഴും ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. ആ വനം വളരെ പ്രായം കുറഞ്ഞതാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ദൂരെയുള്ള മരങ്ങൾ നമ്മുടെ കാഴ്ചയിലേക്ക് എത്തിപ്പെടാത്തതുപോലെ പ്രപഞ്ചത്തിലെ പല ഭാഗങ്ങളും ഇപ്പോഴും നമുക്ക് ഇരുട്ടായി അനുഭവപ്പെടുന്നു. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം പ്രപഞ്ചത്തിന്റെ വികാസമാണ്. പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ നമ്മിൽ നിന്ന് ദൂരേക്ക് അകന്നു പോകുമ്പോൾ അവയിൽ നിന്നുള്ള പ്രകാശ തരംഗങ്ങൾ വലിച്ചു നീട്ടപ്പെടുന്നു. ഇതിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രതിഭാസം മൂലം നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശം ഇൻഫ്രാറെഡ് മൈക്രോവേവ് തരംഗങ്ങളായി മാറുന്നു. നമ്മുടെ കണ്ണുകൾക്ക് അവ കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആകാശം പ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾക്ക് മൈക്രോവേവ് തരംഗങ്ങൾ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ രാത്രി ആകാശം 100% തിളങ്ങുമായിരുന്നു. മഹാവിസ്ഫോടനത്തിന്റെ അവശേഷിപ്പായ ഈ പ്രകാശത്തെ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണം എന്ന് വിളിക്കുന്നു. മനുഷ്യൻ ഇരുട്ടെന്ന് കരുതുന്ന പലയിടങ്ങളിലും ആയിരക്കണക്കിന് ഗാലക്സികൾ ഉണ്ടെന്ന് ഹബിൾ ജെയിംസ് വെബ് ദൂരദർശിനികൾ നമുക്ക് കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന് എല്ലാ നക്ഷത്ര വെളിച്ചവും നമുക്ക് എത്തിക്കാൻ മാത്രം പ്രായമാകാത്തതിനാലും പ്രപഞ്ചം വികസിക്കുന്നതിനാലുമാണ് രാത്രികൾ ഇരുട്ടായി തുടരുന്നത്. നാം ജീവിക്കുന്ന ഈ അതിബൃഹത്തായ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു പ്രതിഭാസമാണ് ഈ ഇരുണ്ട ആകാശം.